100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച ചായ പോലുള്ള പാനീയങ്ങൾ കപ്പിലേക്ക് പകർന്ന് അതേപടി ഊതി ഊതി കുടിക്കുന്നത് അനേകം ആളുകളുടെ ശീലമാണ്. എന്നാൽ അമിതമായുള്ള ചൂടുള്ള പാനീയങ്ങൾ പതിവാക്കുന്നത് അന്നനാളത്തിലെ ക്യാൻസറിന് കാരണമാകുമെന്ന് ശാസ്ത്രലോകം പറയുന്നു. ഇവിടെ ചായയോ കാപ്പിയോ അല്ല പ്രശ്നം, അത് കുടിക്കുന്ന താപനിലയാണ് ഇവിടെ അപകടമുണ്ടാകുന്നത്. 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ള പാനീയം ദിവസവും കുടിക്കുന്നത് അന്നനാളത്തിന്റെ ആവരണത്തിന് കേടുവരുത്തും. ക്രമേണ ഇത് കടുത്ത വീക്കത്തിനും പിന്നീട് കോശങ്ങളുടെ വ്യതിയാനത്തിനും കാരണമാകും. 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉള്ള ചൂടോടെ കുടിക്കുന്ന പാനീയങ്ങൾ അർബുദകാരികളാണ് എന്ന് ക്യാൻസർ റിസർച്ച് ഏജൻസി വ്യക്തമാക്കുന്നു. 10 വർഷത്തിലേറെയായി 50,000 പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പഠനമാണ് ഇത്തരമൊരു നിർണയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് 60 ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്ക് മുകളിൽ പാനീയങ്ങൾ കുടിക്കുന്നവരിൽ അന്നനാളത്തിലെ അർബുദത്തിനുള്ള സാധ്യത 40% അതിലധികവുമാണെന്ന് കണ്ടെത്തി. ചൂടുള്ള ചായ അടുപ്പിൽ നിന്ന് വാങ്ങിയ ഉടൻ 2 മിനിറ്റിൽ കുടിച്ചു തീർക്കുന്നവർക്ക് ഈ സാധ്യത 50%. ഇങ്ങനെ 60 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ദിവസവും പല തവണകളായി 700 മില്ലിയും അതിലധികവും ചൂടായ പാനീയം കുടിക്കുന്നവരിൽ ഈ അർബുദത്തിനുള്ള സാധ്യത 90%. അന്നനാളത്തിൽ കോശങ്ങൾ ക്രമാതീതമായി വളരുന്ന അവസ്ഥയാണ് ഈസോഫേജിയൽ ക്യാൻസർ. ഈ ഒരു അവസ്ഥയുടെ പ്രധാന ലക്ഷണങ്ങൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചുവേദന, നെഞ്ചെരിച്ചിൽ, ചുമ, ദഹനക്കേട്, ഭാരം കുറയൽ തുടങ്ങിയവയാണ്. രോഗം മൂർച്ഛിച്ചതിന് ശേഷമേ തിരിച്ചറിയാനാവൂ എന്നതാണ് പ്രധാന വെല്ലുവിളി. മദ്യപാനവും പുകവലിയും ഈ അർബുദ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാതെ ഇരിക്കുവാൻ ജീവിതശൈലിയിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. കാച്ചിയെടുത്ത ചായ 4 അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ച ശേഷം മാത്രം കുടിക്കുക. തുടർച്ചയായുള്ള ചായ അല്ലെങ്കിൽ കാപ്പി ഉപയോഗം ഒഴിവാക്കുക. ചൂടുള്ള മറ്റ് പാനീയങ്ങൾ മിതമായ ചൂടിൽ മാത്രം കുടിക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.